നാഗാലാൻഡിൽ നിന്നുള്ള അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് സുക്കു വാലിയാണ്. ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് വിശ്വമ എന്നാണ് പറയുക കേട്ടോ. വിശ്വമ വില്ലേജിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം. ഇവിടേക്ക് എത്താൻ കോയ്മയിൽ നിന്നും 20 കിലോമീറ്റർ ആണ്. ഇവിടുന്ന് സുക്കുവാലി കയറാൻ വേണ്ടിയിട്ട് 16 കിലോമീറ്റർ പോകണം. അപ്പോൾ ഇവിടെ ഷെയർ ടാക്സികളൊക്കെ ഉണ്ട്. ഇതിന് 2000 രൂപയൊക്കെയാണ് ഇവർ ഓരോരുത്തരുടെ നിന്നും ചാർജ് ചെയ്യുക. അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെ പോവാം, അല്ലാതെ ബൈക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയും പോവാം. ട്രക്ക് ചെയ്ത് പോകണം, കുറച്ച് ദൂരം ബൈക്കിലൊക്കെ പോവാം, പിന്നെ അവിടുന്ന് നടന്നു പോകണം. അപ്പം എൻ്റെ കയ്യിൽ ബൈക്ക് ഉണ്ടല്ലോ, പരമാവധി ഞാൻ ബൈക്ക് ഓടിച്ച് പോവും, ബാക്കിയുള്ള സ്ഥലം നടന്നു പോവും. അതാണ് പ്ലാൻ. അപ്പോൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചു, അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതാ കപ്പ് നൂഡിൽസ് മേടിച്ചിട്ടുണ്ട്, പിന്നെ ഈ കേക്ക് മേടിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് വെള്ളം കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. പിന്നെ ഇത് കൂടാതെ ജക്കാമ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊന്നും കയറാം. അതുവഴി പോവുകയാണെങ്കിൽ കുറച്ച് സ്റ്റെപ്പുകളാണ്, നല്ല സ്റ്റെപ്പുകളാണ്, 3000 ചില സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ അത് കുറച്ച് കഠിനമായ വഴിയാണ്. ഇതാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ പോകാൻ പറ്റിയ വഴി എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ ഈ വഴിയാണ് ഞാൻ പോണത്. ഇതാണ് ചെറിയൊരു അങ്ങാടി കേട്ടോ ഇവിടെ, വിശ്വേമ. ഇതാ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ ബാഗ് കണ്ടില്ല, ഫുള്ളായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഫുള്ളാണ്. ഇതാ വേ ടു സുക്കു. ഈ റോഡ് വളരെ മോശം റോഡാണ്, ഓഫ് റോഡാണ്. ഇതിലൂടെയൊക്കെ ഓടിച്ചിട്ട് വേണം പോവാന്. അപ്പൊ ഞാൻ ഇവിടുന്ന് പോവാണ്. ഇപ്പൊ 11 മണിയായിട്ടുണ്ട്, വളരെ വൈകി സമയം. ഫുള്ള് ഓഫ് റോഡാട്ടോ, ഫുള്ള് ഓഫ് റോഡാണ്. ഈ പാഷൻ പ്രോ കൊണ്ടാണ് ഈ പോണത്. നല്ല ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. വിശ്വമ വില്ലേജിൽ നിന്ന് സുക്കുവാലിക്കുള്ള ദൂരം എന്ന് പറയുകയാണെങ്കിൽ 16 കിലോമീറ്റർ ആണ്. കൊഹിമേന്ന് വിശ്വമ വില്ലേജിലേക്ക് 20 കിലോമീറ്ററും. അപ്പോൾ എത്രത്തോളം ഓടിച്ച് പോകാൻ പറ്റുമെന്ന് അറിയില്ല, വളരെ മോശം റോഡാണ്. പറ്റുന്ന അത്രയും ഓടിച്ച് പോവും. 120 രൂപ കേട്ടോ ഇവിടെ ചാർജ് ആയത്. ഒരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ 100 റുപ്യ, പിന്നെ ഇവിടെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് 20 രൂപ, അങ്ങനെ 120 രൂപ എൻട്രി ടിക്കറ്റ്. താങ്ക് യു. ഇതാണ് ഒരു എൻട്രി പോയിന്റ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പം ഞാൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു, ഇനി പോകണം. വളരെ മോശം റോഡാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് നല്ല റോട്ടിൽ നിന്നാണ് കേട്ടോ. കാരണം മറ്റേ റോട്ടിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല. ഞാൻ ഇത് കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഫുൾ ഓഫ് റോഡാണ്. ഇതിൽ വരുന്ന വണ്ടികളൊക്കെ 4x4 ആണ്. ഇവിടെ താഴെ ആളുകളെ കൊണ്ടുപോകാനായിട്ട് വണ്ടി ഉണ്ട്, അതിന് നല്ല ചാർജും ഈടാക്കും. അധികം ആളുകളോ കാര്യങ്ങളൊന്നുമില്ല. പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നിർത്തിയിട്ടൊന്ന് കാണാന്ന് വിചാരിച്ചു. നല്ല അടിപൊളി വ്യൂ ആട്ടോ അവിടെ നിന്ന്. വെയിലുണ്ട്, പക്ഷേ ചൂടില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ഇവിടെ നിന്ന് അധികം സമയം കളയണില്ല. കുറച്ച് മുകളിൽ പോയി കഴിഞ്ഞാലേ അത്രയും നല്ലതല്ലേ. ഇവിടെ കയറി വരുമ്പോൾ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 2-3 വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. എങ്ങനെ ഇവരൊക്കെ ജീവിക്കണാവോ ഈ മലേൻ്റെ ഒക്കെ മുകളിൽ ഇതാക്കണ വീടുകൾ. ഈ മലഞ്ചെരുവിലാണ് അവരൊക്കെ വീടുകൾ. ഈ മഴക്കാലത്തൊക്കെ എങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്താ ഒരു 3-4 കിലോമീറ്റർ ഇപ്പം അങ്ങോട്ട് കയറി വന്നു, അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഇവിടുത്തെ ഗ്രാമവാസികളാണ്. ഇവിടെ എന്തൊക്കെ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് പല കൃഷികളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു നായക്കുട്ടി ഇതവിടെ. ആളുകളായിട്ട് പോകുന്ന ഒരു സുമാണ് കേട്ടോ. പൊടി പറിച്ചങ്ങോട്ട് പോയിപ്പോൾ അത്
ഞാൻ ഈ ബൈക്കിൽ വരുന്ന കണ്ടിട്ടേ കുറച്ച് ആൾക്കാർ ഈ ബൈക്കിലാ പോണെന്നൊക്കെ ചോദിച്ചവർക്ക് ഭയങ്കര അത്ഭുതപ്പെട്ട് നോക്കുക. റോഡ് കണ്ടില്ലേ, ഈ സൈഡ് നല്ല ചെങ്കുത്തായിട്ടുള്ള മലനിരകളാട്ടോ അങ്ങനെ കാണുന്നത്. കണ്ടില്ലേ, ഭയങ്കര കുത്തനുള്ള മലകളാണ്. ഇതാ ഇപ്പുറത്തേക്ക് വന്നാല് ഒരു കൊക്കയാണ്. കണ്ടില്ലേ, നല്ല കൊക്കയാണ് ഇവിടെ. എൻ്റെ അമ്മച്ചി മുകളിൽ നിന്ന് എന്തൊക്കെ മരക്കഷ്ണങ്ങളൊക്കെ എറിയുണ്ടല്ലോ. ഇതവിടെ കുറച്ച് മരക്കഷ്ണം കൂട്ടിയിട്ടുണ്ട്. അവിടെ മുകളിൽ കുറച്ച് പണിക്കാരുണ്ട്. അവരവിടെ നിന്ന് മരക്കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ എറിയാണ് ഇങ്ങോട്ട് അടിയിക്ക്. ഇതവിടെ കൊക്ക കേട്ടോ, ഭയങ്കര കൊക്കയാണ്. കണ്ടില്ലേ, അതില് റോഡൊക്കെ കാണാം. നല്ല രസമാട്ടോ അവിടെ നിന്ന് കാണാനായിട്ട്. വണ്ടീൻ്റെ ഒക്കെ പരിപ്പ് വരുന്നാ തോന്നണത്. ഈ കല്ല് കൂടെ അല്ലേ വരുന്നത്. ഇനി ഒരുപാട് ദൂരം ഓടാനല്ലേ, ഇവിടെ മാത്രം ഓടിയാൽ പോരല്ലോ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണ്ടേ. ഈ പോക്ക് പോവുകയാണെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരാൻ സാധ്യത ഉണ്ട്. കാരണം അങ്ങനത്തെ സൈസ് കല്ലുകൾ കൂടെയാണ് ഇപ്പോൾ ഈ പോണത്. എന്തായാലും സംഗതി അടിപൊളി കേട്ടോ. ഈ റോഡ് കൂടെ എങ്ങനെ വരാനാ, ഈ ഓഫ് റോഡ് ആരും ശല്യത്തിനും ഇല്ല, ഒന്നുമില്ല. ഈ ഒരു സൈഡ് നല്ല ചെങ്കുത്തായിട്ടുള്ള മലകളും ഇപ്പുറത്ത് കൊക്കയും അതിന്റെ നടുക്ക് കൂടെ ഉള്ള ഈ മോശം റോഡും, അതിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് കുലുങ്ങി 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 ഇങ്ങനെ വരാന് സ്പീഡിലൊന്നും പോകാനില്ല. വളരെ സെക്കൻഡ് ഗിയറിൽ പോരാ, ചില സ്ഥലത്തൊക്കെ ഫസ്റ്റ് ഗിയർ, അങ്ങനെ അങ്ങനെ വരണം. ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോവാ. ഒരു TV ഒക്കെ അവിടെ വെറുതെ വെച്ചിട്ട്. ഇവിടെ നിന്നൊക്കെ നല്ല ഗംഭീര വ്യൂ ആണ്. കണ്ടില്ലേ, ടോപ്പ് വ്യൂ ആണ്. ആ മലേന്റെ സൈഡിൽ കൂടെ ഒക്കെ വെയിലിങ്ങനെ വരുന്നതേ കാണാൻ എന്താ രസമെന്നോ. നല്ല തണുപ്പുണ്ട്. കല്ലുകളൊരവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലത്തെ ഇളകി പറഞ്ഞ കല്ലുകളാണ്. പിന്നെ പല സ്ഥലത്തും ഇങ്ങനത്തെ കൂർപ്പാണ് കല്ലുകൾ, നല്ല കൂർപ്പം കല്ലുകളാണ്. കണ്ടില്ലേ, ഇത് കൂടെയാണ് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവേണ്ടത്. ഇളകി പറഞ്ഞു നിൽക്കണ കല്ലുകൾ. വണ്ടി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. സുമോ ഇതാ കയറി വരുന്നുണ്ട് കേട്ടോ. ഇത് കാലിയായിട്ടാണ് വരുന്നത്. വേണമെങ്കിൽ മുകളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാനായിട്ട് വരുമാവും. ഇതാ ഇപ്പുറത്തുനിന്ന് വേറൊരു സുമോ വരുന്നുണ്ട്. മുകളിൽ നിന്ന് ആൾക്കാരെ ആയിട്ട് താഴത്തേക്ക് വരികയാണ്. രണ്ടിനും ഇവിടെ രണ്ട് വണ്ടിക്ക് ഇവിടുന്ന് പോകാനുള്ളൊരു സ്ഥലം ഏതായാലും ഇവിടെ ഉണ്ടായി. സംഭവം അടിപൊളിയാട്ടോ. റോഡ് നല്ല കല്ലും ആകെ പൊടി പറിച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ഇതിനിടയിൽ പാഷൻ പ്രോ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഗംഭീരമായിട്ട് ഇങ്ങനെ പോവാ ഓഫ് റോഡ്. താഴത്തുനിന്ന് അങ്ങനെ ദുർഘട പാതകളൊക്കെ താണ്ടി 10 കിലോമീറ്റർ ഓടിച്ച് വണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ വണ്ടി വെച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി ഇവിടെ വെച്ചു. എല്ലാ വണ്ടികളും ഇവിടെ തന്നെ ഉണ്ട്. കണ്ടില്ലേ, ഞാൻ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകണം. ട്രക്കിംഗ് ആണ്. ഒരു 6 കിലോമീറ്ററോളം ഇവിടുന്ന് നടന്നിട്ടാണ് കയറേണ്ടത്. അതിന് കുറച്ച് സമയം എടുക്കും. താങ്ക് യു. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പോണം. മുകളിൽ പോയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളാട്ടോ ഇതൊക്കെ. ഇവിടെ പാർക്ക് ചെയ്തതാണ്. സുമോകളും ഒക്കെയാണ്. ഇതിൽ സുമോ മാത്രമാണ് സാധാ നോർമൽ വണ്ടി. ബാക്കിയൊക്കെ 4x4 വണ്ടികളാണ്. എന്തായാലും സുമോ ഒക്കെ ഇങ്ങോട്ട് കയറുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പൊ പാഷൻ പ്രോ ഓടിച്ചിങ്ങോട്ട് കയറ്റിയില്ലേ. അതിലും
11 മണിക്ക് അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ 12:30 ആയിട്ടോ. 1.5 മണിക്കൂർ കൊണ്ടാണ് ഞാൻ 10 കിലോമീറ്റർ ഓടിച്ചത്. വളരെ മോശം റോഡാണ്, നല്ല റോഡ് എവിടെയില്ല. ഇനി ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ നടന്ന് പോകണം. എല്ലാവരും പോയിട്ടുണ്ട്, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം മുളങ്കാടുകളാട്ടോ ഇവിടെ, 2 സൈഡും മുളങ്കാടുകളാണ്. പിന്നെ ഈ സൂക്കു വാലി വരുന്നത് നാഗാലാൻഡിൻ്റെയും അതുപോലെ മണിപ്പൂരിൻ്റെയും ഇടയിലാണ്. 2 സ്റ്റേറ്റിൻ്റെയും ഇടയിലാണ് ഈ സൂക്കു വാലി വരുന്നത്. കൂടുതലായിട്ട് നാഗാലാൻഡ് ഭാഗത്ത് തന്നെയാണ്, കൊഹിമ ജില്ലയിലാണ് കേട്ടത്. ഈ വഴികൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോകണം മുകളിലെത്തണമെങ്കിൽ. കാടല്ലാതെ ഒന്നുമില്ല, മുളങ്കാടുകളാണ് 2 സൈഡിലും. കുറച്ച് ടീമുകൾ ഇറങ്ങി വരുന്നുണ്ട്, പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. ഞാൻ ഒറ്റയ്ക്കാണ് പോണത്, ഇപ്പം ആരുമില്ല. വല്ല മൃഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അറിയില്ല കേട്ടോ. മൃഗങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും അറിയില്ല. താഴത്തുനിന്ന് എന്തായാലും നമ്പറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പോരാത്തത് അവിടെ രജിസ്റ്ററും ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ആകെ ചളി പിള്ളിയാണ്, ചളി എന്നല്ല പൊടി. ഷൂവിൻ്റെ ഒക്കെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഷൂവിൻ്റെ ഒക്കെ അവസ്ഥ. ചളിയൊക്കെ ആയി ആകെ പൊടി പാറി. ഓരോ വണ്ടികളൊക്കെ പോകുമ്പോൾ മൊത്തം പൊടി പാറുകയാണ്. ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോവാ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഉപയോഗിക്കാനൊന്നും പറ്റൂല, അങ്ങനത്തെ ഒരു രീതിയിലാണ്. വഴികളൊക്കെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്റ്റെപ്പായിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പുകളാണ് ഇവിടുന്ന് അങ്ങോട്ട്. അവിടെ ജീപ്പുകാർ പറഞ്ഞത് 8 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. താഴത്തെ കടക്കാരൻ പറഞ്ഞത്, ഞാൻ ചായ പിടിച്ച അവിടുത്തെ കടക്കാരൻ പറഞ്ഞത് 6 കിലോമീറ്റർ നടക്കാൻ. മൊത്തം 16 കിലോമീറ്റർ. അവിടുന്ന് ഇങ്ങോട്ട് കടേൻ്റെ അവിടുന്ന് 16 കിലോമീറ്റർ. പിന്നെ അതിൽ 10 കിലോമീറ്റർ ഞാൻ വന്നല്ലോ, അപ്പോൾ ബാക്കി പിന്നെ 6 കിലോമീറ്റർ. പക്ഷെ ഇവർ പറഞ്ഞത് 8 കിലോമീറ്റർ നടക്കാണ്ടെന്ന് പറഞ്ഞത്. 8 ആയാലും വേണ്ടില്ല, എത്ര ആയാലും വേണ്ടില്ല, ഞാൻ നടന്ന് തന്നെ പോവും. സംഭവം രസാട്ടത്, അടിപൊളിയാണ്. ഒറ്റയ്ക്ക് പോണത് വേറെ ത്രില്ലാണ്. ഗ്രൂപ്പായിട്ട് പോണേക്കായും ത്രില്ല് ഒറ്റയ്ക്കാണ്. ചെങ്കുത്തായ പാതകളാണ് കേട്ടോ, സ്റ്റെപ്പുകൾ. നല്ല കുത്തനെയുള്ള വഴികളാണ്, നല്ല ഫോറസ്റ്റാണ്. പക്ഷികളൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നല്ല റെയിൻ ഫോറസ്റ്റിൻ്റെ അതേ ഒരു അവസ്ഥ, അടിപൊളിയാണ്. ഇതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ. നാഗാലാൻഡിൽ വരികയാണെങ്കിൽ സുക്കു വാലിയിൽ തീർച്ചയായിട്ടും വരണം. ഇതുപോലെയൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര രസമാവും. അപ്പം ഞാൻ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തേന്നു, അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് തിന്നട്ടെ. റെസ്റ്റും ആയി, ഒരു എനർജിയായി. മരത്തിലൊക്കെ ഒരു തരം പായൽ പോലെ, അതായത് അത്രയും തിക്കായിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് പോലെ അങ്ങനത്തെ മരങ്ങളാണ്. അങ്ങനെ കുത്തനുള്ള സ്റ്റെപ്പുകളൊക്കെ കയറി. ഇനി കുറച്ചൊക്കെ ചെരിവാണ്, അങ്ങനെ സ്റ്റെപ്പുകളൊന്നുമില്ല, അത്യാവശ്യം നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. ഇതവിടെ വേ ടു സുക്കു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമാധാനമായി. വലിയ കയറ്റങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒരു സാധാ ലെവലുള്ള അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല പുല്ലാണ് കേട്ടോ, മുള പോലത്തെ ഒരു സാധനമാണ്. അങ്ങനത്തെ ഒരു സൈസ് പുല്ലാണ് കാണാൻ കഴിയുന്നത്. വാലി അല്ലേ, വാലിൻ്റെ അതേ ഒരു ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. സുക്കു വാലിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ.
ഇപ്പൊ 2 മണിയായിട്ടോ. 2 മണിയായപ്പോഴാണ് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. അതുവരെ നല്ല സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണല്ലോ ഇവിടെ ഫുള്ള് ഇതേപോലത്തെയാണ്, മുള പോലത്തെ ഒരു സാധനം ഉണ്ടത്. ചെറിയൊരു ഇതാണ്, മുളേൻ്റെ കഥ ഐറ്റംസിൽ പെട്ടതാണ്. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഈ മുളങ്കാട് പറ്റ ഇടുങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വല്ല ജന്തുക്കളൊന്നും ഉണ്ടാവില്ലേക്കും. അത് കഴിഞ്ഞു. ഒരു സൈഡ് മണിപ്പൂരും ഒരു സൈഡ് നാഗാലാൻഡും, രണ്ടിന്റെ ഇടയിലാണ് ഈ സുക്കു വാലി. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ, ആരും ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ ഒന്നും. ഒറ്റയ്ക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, ഒരാൾ ഇറങ്ങുന്നുണ്ട്. ഒരാളെ കണ്ടത്. ഇതൊരു മുളങ്കാട് പോലെയാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഇങ്ങനെ പോവാന്. ഇരുട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര. 11 മണിക്ക് തുടങ്ങിയ ട്രെക്കിംഗ് അങ്ങനെ 4 മണിക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ചുറ്റിക്കറങ്ങിയിട്ട് പിന്നെ നാളെയാണ് വാലിയിൽ കൂടെ ഒക്കെ ഒന്ന് കാണാൻ പോവുക. ഇതാട്ടോ, ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇതാ ക്യാമ്പ് സൈറ്റ്, അവിടെയാണ് ഡോർമെട്രി. അടിപൊളി. ഏതായാലും നല്ല തണുപ്പുണ്ടായതുകൊണ്ട് ക്ഷീണം തോന്നിയില്ല. ഫസ്റ്റ് ആ സ്റ്റെപ്പുകളൊക്കെ കയറി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായിട്ട് കയറി. പിന്നെ ഒരുപാട് മലയാളികളുണ്ടായിരുന്നു, പല സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുണ്ട് കേട്ടോ. ഇവിടെ ദാ ടെൻറ്റ് പിച്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ടെൻറ്റുകളുണ്ട്. എന്തായാലും അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ഇവിടെ എത്തിയപ്പോ? അല്ല, വീഡിയോ എടുക്കാണ്. അടിപൊളിയല്ലേ? ഇതാണ് ഇവിടുത്തെ ഒരു ഡോർമെട്രി. പിന്നെ ഇതാ അപ്പുറത്ത് വേറെ ഉണ്ട്. ഈ ഡോർമെട്രിക്ക് ഏകദേശം ഫുള്ളായിട്ടുണ്ടോ എന്നൊരു സംശയം, കാരണം കണ്ടമാനം ബാഗുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. മിക്കവാറും ഇത് ഫുള്ളാവാനാണ് സാധ്യത. തൊട്ടിപ്പുറത്ത് വേറൊരു ഡോർമെട്രി കൂടി ഉണ്ട്. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് തോന്നുന്നു, കാരണം ഇവിടെ അധികം ബാഗുകളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ അടിഭാഗം മരം കൊണ്ടാണ് കേട്ടോ, മരം കൊണ്ട് പാനലിങ് ചെയ്തതാണ്. പിന്നെ ഇതുണ്ട്, ഒരു ഫോം ഉണ്ടല്ലോ, ആ സാധനം തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതുണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അന്വേഷിച്ചിട്ട് പറയാം. അങ്ങനെ ഒരു ഗംഭീര ട്രക്കിങ് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്തായി. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. 11 മണിക്ക് തുടങ്ങിയിട്ട് 4 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.